Hello learners, iPlus Training Solutionsന്റെ UGC Net Management 2025 ഡിസംബർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഹൈജീൻ ഫാക്ടർ. ഒരു വളരെ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്നതിൽ ഹൈജീൻ ഫാക്ടർ അല്ലാത്തത് ഏതാണ്? അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ആ തിയറി ഏതാണ് എന്നുള്ളതൊക്കെ വരണം, അതിന്റെ മറ്റ് ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നെല്ലാം വരണം കേട്ടോ. അപ്പോൾ ഹൈജീൻ ഫാക്ടർ അല്ലാത്തത് ഏതാണെന്നുള്ളതാണ്. ഓപ്ഷൻസ് ഇതൊക്കെയാണ്: സാലറി, സൂപ്പർവിഷൻ, കമ്പനി പോളിസി ആൻഡ് റെസ്പോൺസിബിലിറ്റി. സിംപ്ലി ആൻസർ നമുക്ക് പറയാൻ പറ്റും റെസ്പോൺസിബിലിറ്റി. അതൊരു മോട്ടിവേഷണൽ ഫാക്ടറാണ്, ഹൈജീൻ ഫാക്ടർ അല്ല. അപ്പോൾ ഹെർസ്ബർഗിന്റെ 2 ഫാക്ടർ തിയറി പറയുന്നത് അനുസരിച്ചിട്ട് 2 ഫാക്ടേഴ്സ് ആണ് വരുന്നത്: ഹൈജീൻ ഫാക്ടേഴ്സും മോട്ടിവേഷൻ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ മോട്ടിവേറ്റേഴ്സ്. ഹൈജീൻ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിൻ്റനൻസ് ഫാക്ടേഴ്സ് ആണ്. ദീസ് ഫാക്ടേഴ്സ് ഡു നോട്ട് മോട്ടിവേറ്റ് എംപ്ലോയീസ് ബട്ട് ദെയർ ആബ്സെൻസ് കോസസ് ഡിസാറ്റിസ്ഫാക്ഷൻ. ഹൈജീൻ ഫാക്ടേഴ്സ് പറയുന്നത് ഈ പറയുന്ന ഫാക്ടേഴ്സ് ഒരു എംപ്ലോയി ബേസിക് ആയിട്ട് ഒരു കമ്പനിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ഇത് അവരെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്നില്ല, പക്ഷേ ഇതില്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ ആബ്സെൻസിൽ അവർക്ക് ജോബ് ഡിസാറ്റിസ്ഫാക്ഷൻ വരും. ലൈക്ക് സാലറി, സൂപ്പർവിഷൻ, കമ്പനി പോളിസി, വർക്കിംഗ് കണ്ടീഷൻസ്, ജോബ് സെക്യൂരിറ്റി, വർക്ക് എൻവയോൺമെന്റ്, അതുപോലുള്ള കാര്യങ്ങളെല്ലാം ഹൈജീൻ ഫാക്ടേഴ്സ് ആണ്. ദെൻ വരുന്നത് മോട്ടിവേറ്റർ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ മോട്ടിവേറ്റേഴ്സ് ആണ്. ദീസ് ഫാക്ടേഴ്സ് ക്രിയേറ്റ് ജോബ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് മോട്ടിവേഷൻ. അപ്പോൾ ഈ മോട്ടിവേറ്റർ ഫാക്ടേഴ്സ് ആണ് ആക്ച്വലി എംപ്ലോയീസിൽ ജോബ് സാറ്റിസ്ഫാക്ഷനും മോട്ടിവേഷനും ഒക്കെ ക്രിയേറ്റ് ചെയ്യിപ്പിക്കുന്നത്. ലൈക്ക് റെസ്പോൺസിബിലിറ്റി, അച്ചീവ്മെന്റ്, റെക്കഗ്നിഷൻ, അഡ്വാൻസ്മെന്റ്, വർക്ക് ഇറ്റ് സെൽഫ് ഒക്കെ വന്നിട്ട് മോട്ടിവേറ്റർ ഫാക്ടേഴ്സ് ആണ്. ഈ പറയുന്ന കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് എപ്പോഴെങ്കിലും ഏതെങ്കിലുമൊക്കെ രീതിയിൽ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നതാട്ടോ. ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കുക. നമുക്ക് എഗെയിൻ ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ലിസ്റ്റ് 1 കുറച്ച് സ്റ്റഡീസിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. ലിസ്റ്റ് 2 ആ സ്റ്റഡി പ്രപ്പോസ് ചെയ്ത ആളിന്റെ പേരും പറഞ്ഞിട്ടുണ്ട്. ഇത് തന്നെ തമ്മിൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് മാച്ച് ചെയ്യണം. അപ്പം നെയിം ഓഫ് സ്റ്റഡീസ് ഏതൊക്കെയാണ് തന്നിരിക്കുന്നത്? ടൈം ആൻഡ് മോഷൻ സ്റ്റഡി, ഹാത്തോൺ എക്സ്പെരിമെന്റ്, യൂണിവേഴ്സലിസ്റ്റ് അപ്രോച്ച് ആൻഡ് ബ്യൂറോക്രസി. പേര് പറഞ്ഞിട്ടുള്ളത് കൂൺസ് ആൻഡ് ഡൊണൽ, എൽട്ടൺ മായോ, FW ടൈലർ ആൻഡ് മാക്സ് വെബർ. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. നമ്മൾ UGC നെറ്റിന്റെ സിലബസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഏരിയയിൽ നിന്ന് വരുന്നതാണ്. ഇതിൽ ഹാത്തോൺ എക്സ്പെരിമെന്റ്സ് ആർക്കും ഒരു ഡൗട്ടും കാണത്തില്ല, എൽട്ടൺ മായോ ആണ്. അപ്പം B2 ആണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ 1ഉം 3ഉം എലിമിനേറ്റ് ചെയ്യാം. ദെൻ ബ്യൂറോക്രസി ആരാ പറഞ്ഞത്? മാക്സ് വെബർ ആണ്. D4 ആണ്. ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഓപ്ഷൻ 2 ഈസ് ദ കറക്റ്റ് ആൻസർ. ദെൻ ടൈം ആൻഡ് മോഷൻ സ്റ്റഡി FW ടൈലർ ആണ്. സയന്റിഫിക് മാനേജ്മെന്റ് പാർട്ടായിട്ട് ടൈലർ ആണ് അത് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. ദെൻ യൂണിവേഴ്സലിസ്റ്റ് അപ്രോച്ച് കൂൺസ് ആൻഡ് ഡൊണൽ ആണ്. ഫിനിഷ് ആയി. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് 2 goods are perfect substitutes for each other, cross elasticity of demand between them will be. 2 goods, പ്രോഡക്റ്റ് എയും പ്രോഡക്റ്റ് ബിയും പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അവർ തമ്മിലുള്ള ഒരു ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എങ്ങനെയായിരിക്കും? ആ റിലേഷൻ എങ്ങനെയാണ്? 0 ആണോ, പോസിറ്റീവ് ആണോ, നെഗറ്റീവ് ആണോ, ഇൻഫൈനൈറ്റ് ആണോ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്താണ് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്നറിയണം, ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്താണെന്നും അറിയണം. പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രോഡക്റ്റിന് പകരം നമുക്ക് മറ്റ് ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ടീ ആൻഡ് കോഫി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പെൻ ആൻഡ് പെൻസിൽ രണ്ടും യൂസ് ചെയ്യുന്ന പർപ്പസ് സെയിം ആണ്. നമുക്ക് ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഈസിലി പോയി മറ്റത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് ഗുഡ്സിനെയാണ് നമ്മൾ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറയുന്നത്. ദെൻ ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്താണ്? ഒരു പ്രോഡക്റ്റിന്റെ ഇലാസ്റ്റിസിറ്റി മറ്റൊരു പ്രോഡക്റ്റിന്റെ ഡിമാൻഡ്. ദാറ്റ് മീൻസ് ഒരു ഗുഡ്സ് എയിൽ ഉണ്ടാകുന്ന പ്രൈസ് വേരിയേഷൻ കാരണം ഗുഡ്സ് ബിയിൽ എത്രത്തോളം ഡിമാൻഡ് വേരിയേഷൻ ഉണ്ടാകും എന്ന് നമ്മൾ മെഷർ ചെയ്യുന്നതാണ് ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പം ഇത് രണ്ടും തമ്മിലുള്ള റിലേഷൻ പ്രോഡക്റ്റ് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓൾവേസ് ഇൻഫൈനൈറ്റ് ആണ്. ഓക്കെ, cross elasticity of demand measures how the quantity demanded of one good responds to a change in the price of another good. നമ്മുടെ മൈക്രോ എക്കണോമിക്സിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ ഒരു ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. മിക്കപ്പോഴും ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇലാസ്റ്റിസിറ്റിൻ്റെ ടൈപ്പ് വെച്ചിട്ട് ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കാണാറുണ്ട്. അപ്പോൾ ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എ ഗുഡ് എ ഡിവൈഡഡ് ബൈ percentage change in price of good B. Okay, for perfect substitutes, 2 goods are perfect substitutes when consumers are completely replaced one with another. A very small increase in the price of one good causes consumers to switch entirely to the other good. അതുകൊണ്ടാണ് ഈ ഒരു ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇൻഫൈനൈറ്റ് ആകുന്നത്. Therefore, the cross elasticity of becomes extremely large. Zero elasticity ആണെന്നുണ്ടെങ്കിൽ അൺറിലേറ്റഡ് ഗുഡ്സ് ആണെങ്കിലാണ് സീറോ ക്രോസ് ഇലാസ്റ്റിസിറ്റി വരുന്നത്. പോസിറ്റീവ് ഇലാസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ ഫോർ നോർമൽ സബ്സ്റ്റിറ്റ്യൂട്ട്സിന്, നെഗറ്റീവ് ഇലാസ്റ്റിക് ആവുന്നത് ഫോർ കോംപ്ലിമെന്ററി ഗുഡ്സിനാണ്. ഇത് ഈ കണ്ടീഷൻസ് എല്ലാം ഓർത്ത് വെച്ചോണേ. പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് വരുമ്പോൾ ഇൻഫൈനൈറ്റ് ആണ്. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ അസംഷൻസ് ഓഫ് മോഡിക്ലാനി ആൻഡ് മില്ലേഴ്സ് ഡിവിഡൻഡ് ഇറലവൻസ് തിയറി? മോഡിക്ലാനി മില്ലറിന്റെ ഡിവിഡൻഡ് ഇറലവൻസ് തിയറിയിൽ അനുസരിച്ചിട്ട് താഴെ പറയുന്നതിൽ ഏതൊക്കെ അസംഷൻസ് ആണ് കറക്റ്റ്? ഡിവിഡൻഡ് റിലേറ്റഡ് ആയിട്ട് അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ തന്നിട്ടുള്ള അസംഷൻസ് ഇതൊക്കെയാണ്. പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ്, നോ ടാക്സസ്, നോ ട്രാൻസാക്ഷൻ കോസ്റ്റ് ആൻഡ് നോ ടൈം ലാഗ്, ഫിക്സഡ് ഇൻവെസ്റ്റ്മെന്റ് പോളിസി ആൻഡ് ഇൻവെസ്റ്റേഴ്സ് ബിഹേവ് റാഷണലി. ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നുള്ളതാണ് നമ്മൾ ചൂസ് ചെയ്യാനുള്ളത്. ഡിവിഡൻഡ് തിയറീസ് നമ്മൾ പറയുമ്പോൾ ശരിക്കും രണ്ട് ടൈപ്സ് ഓഫ് തിയറീസ് ആണ് വരുന്നത്. റിലവൻസ് തിയറിയും ഇറിലവൻസ് തിയറിയും. റിലവൻസ് തിയറി പറയുന്നതനുസരിച്ചിട്ട് ഡിവിഡൻഡ് പോളിസിക്ക്, ഒരു ഫേമിന്റെ ഡിവിഡൻഡ് പോളിസിക്ക് ആ ഫേമിന്റെ ഫൈനൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു റിലവൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു റോൾ ഉണ്ട്, അതിന്റെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്നതിൽ ഒരു റോൾ ഉണ്ട് എന്നാണ് ഡിവിഡൻഡ് റിലവൻസ് തിയറി പറയുന്നത്. ഇറിലവൻസ് തിയറി പറയുന്നത് ഡിവിഡൻഡ് പോളിസിക്ക് ഫേമിന്റെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്നതിൽ റോൾ ഒന്നും ഇല്ല എന്നുള്ളതുമാണ്. അപ്പോൾ അതിൽ മോഡിക്ലാനി മില്ലർ ഡിവിഡൻഡ് ഇറിലവൻസ് തിയറിയാണ് എന്ന് ക്വസ്റ്റ്യൻ തന്നെ പറയുന്നുണ്ട്. അപ്പം മോഡിക്ലാനി മില്ലറിന് രണ്ട് തിയറീസ് ഉണ്ട് ആക്ച്വലി. ഡിവിഡൻഡിന്റെ റിലവൻസും ഇറിലവൻസ് തിയറി രണ്ടും അവർ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അതിൽ രണ്ടിന്റെയും അസംഷൻസ് ഡിഫറെന്റ് ആണ്. അതിൽ ഇറിലവൻസ് തിയറിന്റെ അസംഷൻസ് ആണ് നമ്മൾ ഇവിടെ നിന്ന് കണ്ടുപിടിക്കാനുള്ളത്. പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് കറക്റ്റ് ആയിട്ടുള്ള ഒരു അസംഷൻ ആണ്. നോ ടാക്സസ് കറക്റ്റ് ആയിട്ടുള്ള ഒരു അസംഷൻ ആണ്. നോ ട്രാൻസാക്ഷൻ കോസ്റ്റ് ആൻഡ് നോ ടൈം ലാഗ് അഗെയിൻ ഒരു കറക്റ്റ് ആയിട്ടുള്ള അസംഷൻ ആണ്. ഫിക്സഡ് ഇൻവെസ്റ്റ്മെന്റ് പോളിസിയും കറക്റ്റ് ആയിട്ടുള്ള അസംഷൻ ആണ്. ഇൻവെസ്റ്റേഴ്സ് ബിഹേവ് ഇറേഷണലി എന്ന് പറയുന്നത് തെറ്റാണ്. അവിടുത്തെ അസംഷൻ മോഡിക്ലാനി മില്ലറിന്റെ തിയറി പറയുന്ന അനുസരിച്ചിട്ട് ഇൻവെസ്റ്റേഴ്സ് ബിഹേവ് റാഷണലി എന്നുള്ളതാണ് കറക്റ്റ്. ഓക്കെ, സോ ഈ തെറ്റായിട്ടുള്ള ഒരു ഓപ്ഷനാണ്. എ, ബി, സി ആൻഡ് ഡി ആണ് കറക്റ്റ് ആൻസേഴ്സ്. സോ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ 3 ആണ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് പെർസീവ് പ്ലൂറലിസ്റ്റിക് അപ്രോച്ച് ടു ഇൻഡസ്ട്രിയൽ റിലേഷൻ? ഇൻഡസ്ട്രിയൽ റിലേഷൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഡിഫറെന്റ് അപ്രോച്ച് പഠിക്കുന്നുണ്ട്. അതിൽ ഒരു സെക്കൻഡ് നമ്മൾ പഠിക്കുന്നതാണ് പ്ലൂറലിസ്റ്റിക് അപ്രോച്ച്. ആ അപ്രോച്ച് പറയുന്ന അനുസരിച്ചിട്ട് താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. തന്നിട്ടുള്ള ഓപ്ഷൻസ് ഇതൊക്കെയാണ്. വർക്ക് പ്ലേസ് കോൺഫ്ലിക്റ്റ് ഈസ് സീൻ ആസ് എ ടെമ്പററി ആബ്രേഷൻ റിസൾട്ടിംഗ് ഫ്രം പുവർ മാനേജ്മെന്റ് ഫ്രം എംപ്ലോയീസ് who don't mix with organization's culture. B പറയുന്നു trade unions as legitimate representatives of employees' interest. C പറയുന്നു stability in industrial relations as the product of concession and compromises between management and union. D പറയുന്നു organizations are coalitions of competing interest where the management role is to mediate amongst the different interest group. ഈ പറയുന്നു conflict arises not just because of competing interest within the organization but because of division within the society between those who own resources and those who have only labor to offer. Okay, ഇതിൽ നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത് ബി, സി ആൻഡ് ഡി ആണ്. നമുക്ക് നോക്കാം ഓരോന്നായിട്ട് എന്തൊക്കെയാണെന്ന്. The pluralistic view sees the organization as a composed of different interest groups such as management and trade unions. Conflict is considered natural and legitimate and it is resolved through collective bargaining and negotiation. പ്ലൂറലിസ്റ്റിക് അപ്രോച്ച് പറയുന്ന അനുസരിച്ചിട്ട് ഒരു ഓർഗനൈസേഷനിൽ ഡിഫറെൻറ്റ് പാർട്ടീസ് ഉണ്ട്. മാനേജ്മെന്റ് ഉണ്ട്, എംപ്ലോയീസ് ഉണ്ട്, ട്രേഡ് യൂണിയൻ ഉണ്ട്, മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്, ഇങ്ങനെ കുറേ പാർട്ടീസ് ഉണ്ട്. അപ്പോൾ ഇവരെല്ലാവരും വരുന്നതും അവിടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നതൊക്കെ വിത്ത് ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റ് ആണ്. അങ്ങനെ വരുന്ന സമയത്ത് ഓർഗനൈസേഷനകത്ത് കോൺഫ്ലിക്റ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ കോൺഫ്ലിക്റ്റ് അറൈസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ പ്രോസസ്സാണ്, അതുപോലെ തന്നെ ലെജിറ്റിമേറ്റും ആണ്. അപ്പോൾ ഇങ്ങനെ കോൺഫ്ലിക്റ്റ് വരുന്ന സമയത്ത് പൊതുവെ എന്താണ് ഓർഗനൈസേഷൻസ് ചെയ്യേണ്ടത്? കളക്റ്റീവ് ബാർഗൈനിങ് വഴിയും നെഗോസിയേഷൻസ് വഴിയും എന്താണ് ആ ഒരു കോൺഫ്ലിക്റ്റിനെ മാറ്റാൻ വേണ്ടിയിട്ട്, റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യണം. ഇനി തന്നിട്ടുള്ള ഓരോ സ്റ്റേറ്റ്മെന്റ് നോക്കാം നമുക്ക്. വർക്ക് പ്ലേസ് കോൺഫ്ലിക്റ്റ് ഈസ് സീൻ ആസ് എ ടെമ്പററി അബ്രേഷൻ ഡ്യൂ ടു പുവർ മാനേജ്മെന്റ്. അല്ല, ഇത് യൂണിറ്ററി അപ്രോച്ച് പറയുന്ന അനുസരിച്ചിട്ടാണ് വിച്ച് അസ്യൂംസ് ഹാർമണി ഇൻ ഓർഗനൈസേഷൻസ്. അപ്പോൾ യൂണിറ്ററി അപ്രോച്ച് പറയുന്ന അനുസരിച്ചിട്ട് ഓർഗനൈസേഷൻ എപ്പോഴും സെയിം ഇൻട്രസ്റ്റോടെയാണ് എല്ലാ പാർട്ടീസും വരുന്നത്. അവർക്ക് എല്ലാവർക്കും ഒരൊറ്റ ഗോളോട് കൂടിയാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ ടെമ്പററി ആണ്, പെട്ടെന്ന് വരും പെട്ടെന്ന് പോകും, പുവർ മാനേജ്മെന്റ് കാരണമാണ് അത് വരുന്നതെന്നാണ് പറയുന്നത്. എന്നാൽ പ്ലൂറലിസ്റ്റിക് അപ്രോച്ച് പറയുന്നത് അങ്ങനെയല്ല, കോൺഫ്ലിക്റ്റ് നാച്ചുറലി സംഭവിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ്. Then trade unions are legitimate representatives of employees' interest. Correct ആണ്. Pluralistic recognize trade unions as legitimate actors. അപ്പോൾ എംപ്ലോയീസിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റെപ്രസെന്റേഷൻ ആയിട്ടാണ് ട്രേഡ് യൂണിയനെ ഈ അപ്രോച്ച് കൺസിഡർ ചെയ്യുന്നത്. Then stability in industrial relations results from concessions and compromises between management and unions. Correct ആണ്. അതാണല്ലോ കളക്റ്റീവ് ബാർഗൈനിങ്ങിൽ സംഭവിക്കുന്നത്. അതാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻസിനകത്ത് സ്റ്റെബിലിറ്റി വരണം എന്നുണ്ടെങ്കിൽ ഈ മാനേജ്മെന്റും എംപ്ലോയീസും തമ്മിൽ ചില കാര്യങ്ങളിൽ കൺസെഷൻസും കോംപ്രമൈസസും ഒക്കെ നടത്തേണ്ടി വരും.
Then organizations are coalitions of competing interest and management mediates between them. Again correct ആണ്. നമ്മൾ ആ ഒരു ഏജൻസി തിയറി പറഞ്ഞില്ല, മാനേജേഴ്സ് ഒരു ഏജന്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതാണ് ഈ ഒരു അപ്രോച്ചിന്റെ ഒരു കോർ ഐഡിയ. ഓക്കെ. ദെൻ കോൺഫ്ലിക്റ്റ് അറൈസസ് ഡ്യൂ ടു ഡിവിഷൻ ബിറ്റ്വീൻ ദോസ് ഹു ഓൺ റിസോഴ്സസ് ആൻഡ് ലേബേഴ്സ്. അപ്പോൾ ഈ കോൺഫ്ലിക്റ്റ് അറൈസ് ചെയ്യാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ റിസോഴ്സസ് ഓൺ ചെയ്യുന്ന ആൾക്കാരും ലേബർ ചെയ്യുന്ന ആൾക്കാരും തമ്മിലുള്ള ഒരു ഡിവിഷൻ ഉള്ളത് കൊണ്ടാണ് എന്നാണ് പറയുന്നത്. അത് തെറ്റാണ്. അത് മാർക്സിസ്റ്റ് അപ്രോച്ചിന് അല്ലെങ്കിൽ റാഡിക്കൽ അപ്രോച്ച് പറയുന്ന അനുസരിച്ചിട്ടാണ്. പ്ലൂറലിസ്റ്റിക് അപ്രോച്ചിൽ അങ്ങനെ ഒരു റിസോഴ്സ് ഓൺ ചെയ്യുന്ന ആൾക്കാർ ഓണേഴ്സ് എന്നോ അങ്ങനെ ലേബർ ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ ഒന്നും ഡിഫറൻസ് വരുന്നില്ല. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഫിക്സഡ് മാനുഫാക്ചറിങ് ഓവർഹെഡ് കോസ്റ്റ് ആർ റെക്കഗ്നൈസ്ഡ് ആസ്. ഫിക്സഡ് മാനുഫാക്ചറിങ് ഓവർഹെഡ് കോസ്റ്റിനെ എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത് അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്യുന്നത്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്. പീരീഡ് കോസ്റ്റ് അണ്ടർ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്, പ്രോഡക്റ്റ് കോസ്റ്റ് അണ്ടർ വാരിയബിൾ കോസ്റ്റിംഗ്, part of ending inventory cost under both absorption and variable costing, and option 4 പറയുന്നു product cost under absorption costing. ഈ ഒരു ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 4 ആണ്, product cost under absorption costing. എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് നോക്കാം. In absorption costing, all manufacturing costs are treated as product cost including. അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് എല്ലാ മാനുഫാക്ചറിങ് കോസ്റ്റിനെയും പ്രോഡക്റ്റ് കോസ്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി ഈ ഒരു മാനുഫാക്ചറിങ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ കോസ്റ്റ് ആണ് അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നത്? ഡയറക്റ്റ് മെറ്റീരിയൽസ്, ഡയറക്റ്റ് ലേബർ, വാരിയബിൾ മാനുഫാക്ചറിങ് ഓവർഹെഡ്, ഫിക്സഡ് മാനുഫാക്ചറിങ് ഓവർഹെഡ്. ഇതിൻ്റെ അണ്ടറിൽ ഡിഫറെൻറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ മാനുഫാക്ചറിങ് കോസ്റ്റിനെയും കൺസിഡർ ചെയ്യുന്നത് പ്രോഡക്റ്റ് കോസ്റ്റ് ആയിട്ടാണ്. Thus, fixed manufacturing overhead is absorbed into the cost of the product and become part of inventory cost until the goods are sold. Okay, അപ്പോൾ fixed manufacturing overhead എങ്ങനെയാണ് കോസ്റ്റ് ഓഫ് ദ പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഒരു ഐറ്റത്തിലോട്ട് അബ്സോർബ് ചെയ്യപ്പെടുകയും പിന്നീട് അത് ആ ഒരു പാർട്ട് ഓഫ് ഇൻവെന്ററി കോസ്റ്റ് ആവുകയും ചെയ്യും. അൺടിൽ ആ ഗുഡ്സ് സോൾഡ് ചെയ്യുന്നത് വരെ, സെയിൽ ചെയ്യുന്നത് വരെ അത് ആ പാർട്ട് ഓഫ് ഇൻവെന്ററി കോസ്റ്റിനകത്ത് വരികയും ചെയ്യും. ഓക്കെ. Then period cost under absorption costing. Under absorption costing, fixed manufacturing overhead is not a period cost. അതൊരു period cost ആയിട്ടല്ല കൺസിഡർ ചെയ്യുന്നത്. Product cost under variable costing. Under variable costing, fixed manufacturing overhead is treated as a period cost, not a product cost. അതുകൊണ്ടാണ് അതൊന്നും ഓപ്ഷൻ ആയിട്ട് വരാത്തത്. Then 3 പറയുന്നു part of ending inventory under both methods. Only absorption costing includes fixed overhead in inventory. Variable costing in does not. അത് വരുന്നില്ല. ഓപ്ഷൻ 4 ആണ് അതുകൊണ്ട് നമ്മുടെ കറക്റ്റ് ആൻസർ. അടുത്ത അഗെയിൻ ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ലിസ്റ്റ് 1-നകത്ത് കുറച്ച് സ്ട്രാറ്റജീസ് പറഞ്ഞിട്ടുണ്ട്. ലിസ്റ്റ് 2-ൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. സ്ട്രാറ്റജീസ് ഇതൊക്കെയാണ്. പ്രൊട്ടക്റ്റീവ് പുട്ട്, സ്പ്രെഡ്, കവേർഡ് കോൾ ആൻഡ് ലോങ് സ്ട്രാഡിൽ. ഡിസ്ക്രിപ്ഷൻ പറയുന്നത് കമ്പൈനിങ് 2 or more call options or 2 or more put options on the same stock with differing exercises, prices or times to maturity. Then writing a call position on an asset along with buying the asset. 3 പറയുന്നു buying an asset along with a put on it. 4 പറയുന്നു buying a call as well as put on a stock at the same exercise price. എങ്ങനെയാണ് ആൻസർ വരുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് പറയുന്നത് പ്രൊട്ടക്റ്റീവ് പുട്ടാണ് അല്ലേ. പ്രൊട്ടക്റ്റീവ് പുട്ട്, ഇത് ഈ വേർഡ്സ് ഒന്നും നമുക്കറിയില്ല, ഈ ഒരു കൺസെപ്റ്റ് ഒന്നും നമുക്കറിയില്ലെങ്കിലും പ്രൊട്ടക്റ്റീവ് പുട്ട് എന്ന് പറയുമ്പോൾ എന്തൊക്കെയോ പ്രൊട്ടക്ഷൻ വരുന്ന ഒരു സാധനമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിക്കൂടെ. തന്നിട്ടുള്ള ഓപ്ഷൻസും കൂടെ നോക്കുമ്പോൾ ബൈയിങ് ആൻ അസെറ്റ് അലോങ് വിത്ത് എ പുട്ട് ഓൺ ഇറ്റ്. ഓക്കെ, അതാണ് പ്രൊട്ടക്റ്റീവ് പുട്ട് എന്ന് പറയുന്നത്. ദെൻ സ്പ്രെഡ്, ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എന്തോ ഒരു സാധനം സ്പ്രെഡായി പോകുന്നുണ്ട്, മേ ബി ഒരു റിസ്കോ പോലുള്ള എന്തെങ്കിലും സാധനം സ്പ്രെഡായി പോകുന്നുണ്ട്. എന്താണെന്നുള്ളത് നോക്കാം. Combining 2 or more call options or 2 or more put options on the same stock with differing exercise prices or time to maturity. ഈ ഒരു കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും ഒക്കെ അഗെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ കമ്പൈനിങ് 2 or more call options on the same stock with differing exercise prices or times to maturity. Then വരുന്നത് ഏതാണ്? കവേർഡ് കോൾ ആണ്. കവേർഡ് കോൾ മീൻസ് റൈറ്റിംഗ് എ കോൾ ഓപ്ഷൻ ഓൺ ആൻ അസെറ്റ് along with buying the asset. Then long straddle, buying a call as well as put on a stock at the same exercise price. Okay, ഇങ്ങനെയാണ് മാച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഇങ്ങനെ A3, B1, C2 ആൻഡ് D4 എന്നുള്ള രീതിയിലാണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. അറേഞ്ച് ദ ബേസിക് പ്രോസസ് ഓഫ് HR സ്ട്രാറ്റജി ഇൻ കറക്റ്റ് ഓർഡർ. HR സ്ട്രാറ്റജീൻ്റെ ഒരു ബേസിക് പ്രോസസ്സ് കറക്റ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ്. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ഐഡൻറ്റിഫൈ പീപ്പിൾ ഇഷ്യൂസ്, കമ്മ്യൂണിക്കേറ്റ് HR സ്ട്രാറ്റജി, ഐഡൻറ്റിഫൈ സ്ട്രാറ്റജിക് ബിസിനസ് ഇഷ്യൂസ്, scan external environment and develop HR strategy.
സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ആ ഒരു ലോജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ്. നമ്മുടെ ലോജിക് ഒന്ന് അപ്ലൈ ചെയ്യുക, സിംപ്ലി നമുക്ക് ആൻസറിലോട്ട് എത്താനായിട്ട് പറ്റും. ആ തന്നിട്ടുള്ള ഓപ്ഷൻസിനകത്ത് നോക്കിക്കേ, ഫസ്റ്റ് എന്തായിരിക്കും വരുന്നത്? സ്കാൻ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് അല്ലെ. എക്സ്റ്റേണൽ എൻവയോൺമെന്റിനെ നമ്മൾ സ്കാൻ ചെയ്യുന്നു. സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഐഡന്റിഫൈ സ്ട്രാറ്റജിക് ബിസിനസ് ഇഷ്യൂസ്. ആ ഒരു എക്സ്റ്റേണൽ എൻവയോൺമെന്റിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സ്ട്രാറ്റജിക് ബിസിനസ് ഇഷ്യൂസ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ സ്റ്റാർട്ടിംഗ് ഡി ആണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പണി കഴിഞ്ഞു. വേറെ അത് തമ്മിൽ ക്ലാഷ് വരുന്ന ഒരൊറ്റ ഓപ്ഷൻസ് പോലും ഇല്ല. ഓപ്ഷൻ 4 ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ ആ ഓർഡർ എങ്ങനെയാണ്? ഫസ്റ്റ് എക്സ്റ്റേണൽ എൻവയോൺമെന്റ് സ്കാൻ ചെയ്യുന്നു, ദെൻ സ്ട്രാറ്റജിക് ബിസിനസ് ഇഷ്യൂസ് ഐഡന്റിഫൈ ചെയ്യുന്നു, ശേഷം പീപ്പിൾ ഇഷ്യൂസ് ഐഡന്റിഫൈ ചെയ്യുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? HR സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുന്നു, കമ്മ്യൂണിക്കേറ്റ് HR സ്ട്രാറ്റജി. ഓക്കെ, സിമ്പിൾ ആയിട്ട് ആൻസറിലോട്ട് എത്താനായിട്ട് പറ്റും. ഇനി മറ്റൊരു രീതിയിൽ ചിന്തിച്ചാലും ആ ഒരു ഡെവലപ്പ് HR സ്ട്രാറ്റജി കഴിഞ്ഞിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് HR സ്ട്രാറ്റജി വരുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞിട്ടേ ബി വരുള്ളൂ. ആ ഒരു ഓർഡർ നമുക്ക് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയാലും സിംപ്ലി നമുക്ക് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. എന്ത് എളുപ്പമാണെന്ന് കണ്ടോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാനായിട്ട്. ഇത് എന്താണ് ഓരോ സ്റ്റെപ്പും എന്താ പറയുന്നതെന്നാണ്. സ്കാൻ എക്സ്റ്റേണൽ എൻവയോൺമെന്റ്, അനലൈസ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ലൈക്ക് ലേബർ മാർക്കറ്റ്, ടെക്നോളജി, കോമ്പറ്റീഷൻ ആൻഡ് റെഗുലേഷൻസ്, ദെൻ അണ്ടർസ്റ്റാൻഡ് ദ ഓർഗനൈസേഷൻ സ്ട്രാറ്റജിക് ഗോൾസ് ആൻഡ് ചാലഞ്ചസ്. അതിനുശേഷം ഡിറ്റർമൈൻ HR റിലേറ്റഡ് ചാലഞ്ചസ് സച്ച് ആസ് സ്കിൽ ഗ്യാപ്സ്, വർക്ക് ഫോഴ്സ് ഷോർട്ടേജസ് ഓർ ട്രെയിനിങ് നീഡ്സ്, then formulate HR policies and practices aligned with the business strategy, then share the strategy with employees and management for implementation. ഇതാണ് ആ ഒരു HR-ന്റെ പ്രോസസ്സ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ ടൈപ്പ് ഓഫ് ഡേറ്റ വെയർ ഹൗസ്? ഡേറ്റ വെയർ ഹൗസിന്റെ ഒരു ടൈപ്പ് അല്ലാത്തത് ഏതാണ്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ്. നമ്മുടെ MIS-ഉം IT ഒക്കെ റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുകയാണ്. ഓപ്ഷൻസ് ഇതൊക്കെയാണ്: ഡേറ്റ മാർട്സ്, ഓപ്പറേഷണൽ ഡേറ്റ സ്റ്റോർസ്, എന്റർപ്രൈസ് ഡേറ്റ വെയർ ഹൗസ് ആൻഡ് ഡേറ്റ ഇന്റഗ്രേഷൻ ഹൗസ്. കറക്റ്റ് ആൻസർ ഡേറ്റ ഇന്റഗ്രേഷൻ ഹൗസ് ആണ്. ബാക്കിയെല്ലാം ഡേറ്റ വെയർ ഹൗസസിന്റെ ഡിഫറെന്റ് ടൈപ്സ് ആണ്. Enterprise data warehouse എന്ന് വെച്ചാൽ centralized warehouse that stores data for the entire organization. ഒരു ഓർഗനൈസേഷന്റെ എല്ലാ കാര്യങ്ങളും ആ ഒരു entire ഓർഗനൈസേഷന് വേണ്ടിയിട്ട് ഡേറ്റ സ്റ്റോർ ചെയ്യുന്ന ഒരു centralized warehouse ആണ് enterprise data warehouse. Then operational data stores means a database used for operational reporting and short term data integration. Short term data integration ഉം operational reporting ന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു type of data warehouse ആണ് operational data stores. Then data marts, smaller subject oriented subsets of a data warehouse designed for specific departments. ഓരോ specific departments like marketing, finance, HR അങ്ങനെയുള്ള specific departments ന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന subject oriented ആയിട്ടുള്ള ഡേറ്റ വെയർ ഹൗസസ് ആണ് ഡേറ്റ മാർട്സ് എന്ന് പറയുന്നത്. ഈ ഒരു ഡേറ്റ മാർട്ട്, ഡേറ്റ ലേക്ക്, ഡേറ്റ മൈനിങ് ഇങ്ങനെയുള്ള ടേംസ് ഒത്തിരി തവണ ക്വസ്റ്റ്യൻസിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. മിക്കപ്പോഴും മാച്ച് ദ ഫോളോയിങ്ങിനൊക്കെയാണ് കാണുന്നത്. അതും ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു അസെഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഈസ് പോസിബിൾ ഫോർ ഓൾമോസ്റ്റ് എവ്രി വൺ ടു ബിക്കം എ ലീഡർ ഇഫ് സർക്കംസ്റ്റാൻസസ് അലോ ഹിം ഓർ ഹർ ടു പെർഫോം ഫങ്ഷൻസ് ഡിക്റ്റേറ്റഡ് ബൈ ദ സിറ്റുവേഷൻ. ഓക്കെ, ഇതാണ് അസെഷൻ പറയുന്നത്. അതിന് റീസൺ പറയുന്നത് എന്താണ്? ദ ക്വാളിറ്റീസ്, characteristics and skill required in a leader are determined to a large extent by the demands of the situation in which he or she is to function as a leader. Okay, അപ്പോൾ ആദ്യം assertion പറയുന്നത് it is possible for almost everyone to become a leader if circumstances allow them to perform functions dictated by the situation. അപ്പോൾ ഒരു സിറ്റുവേഷൻ ആവശ്യപ്പെടുന്നതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫങ്ഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലീഡറിന് പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ പേർക്കും ഒരു ലീഡർ ആകാനായിട്ട് പറ്റും. അതിന് റീസൺ എന്താണ് പറയുന്നത്? The qualities, characteristics and skills required in a leader are determined to a large extent by the demands of the situation. അപ്പോൾ ഒരാൾ ഒരു ലീഡർ ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ് ഒരു ലീഡറിന് ആവശ്യമായിട്ടുള്ള ക്വാളിറ്റിയും ക്യാരക്ടറിസ്റ്റിക്സും സ്കില്ലും ഒക്കെ എന്താണ് എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യപ്പെടുന്നത്. കറക്റ്റ് അല്ലേ? അസെഷനും ശരിയാണ്, റീസണും ശരിയാണ്. ഇനി രണ്ടും കൂടെ ഒന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ബിക്കോസ് എന്നൊരു ടേം ഇട്ടിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ടല്ലേ? അതായത് ക്വാളിറ്റീസും ക്യാരക്ടറിസ്റ്റിക്സും സ്കില്ലും ഒരു ലീഡറിന് ആവശ്യമായിട്ടുള്ളത് എന്തൊക്കെയാണ് എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്നത് ആ സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്നതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഓരോ സിറ്റുവേഷണൽ ലീഡർഷിപ്പിന്റെ കാര്യമാണ് പറയുന്നത്. അങ്ങനെയാണ് അല്ലെ? അപ്പോൾ ആ സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അയാൾക്ക് ലീഡർ ആകാൻ പറ്റും. സോ അസെഷനും റീസണും കറക്റ്റ് ആണ്. റീസൺ അസെഷനെ കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 1 ആണ്. ഓക്കെ,
assertion reflects the situational theory of leadership, which suggests that leadership is not just a fixed trait but can emerge depending on circumstances. This also aligns with the situational approach. A leader's behavior depends on situational requirements. So, രണ്ടും കറക്റ്റ് ആണ്, പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ബാക്കി ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനായിട്ട് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച്.